നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലേക്ക് സ്വർണം അയച്ചത് ഡിപ്ലോമാറ്റിക് ബാഗേജിലല്ലെന്ന് UAEയുടെ വിലയിരുത്തൽ. ഇത് സംശയങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി എത്തിയ കാർഗോയെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ UAEക്ക് അതൃപ്തിയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ വിഷയത്തിലെ അതൃപ്തി UAE ഇന്ത്യയെ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചന. കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി എത്തിയ കാർഗോയെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ സാങ്കത്യമില്ലെന്നാണ് UAE കരുതുന്നത്. UAE ഭരണ സംവിധാനം ഔദ്യോഗികമായി അയച്ച കാർഗോ അല്ലാത്തതിനാൽ അതിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് UAEയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന്റെ വിലാസത്തിലേക്കാണ് കള്ളക്കടത്ത് സ്വർണം എത്തിയത്. എന്നാൽ ഇത് UAEയുടെ സർക്കാർ സംവിധാനം ഇടപെട്ട് അയച്ചതല്ല. ദുബായിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കോൺസുലേറ്റിന്റെ വിലാസത്തിലേക്ക് സ്വർണം അയക്കാം. കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി വന്ന കാർഗോയെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നതിലെ അതൃപ്തി UAE ഇന്ത്യ അറിയിച്ചതായാണ് സൂചന. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായി എത്തുന്ന കാർഗോയ്ക്കും രാജ്യങ്ങൾ പ്രത്യേക പരിഗണന നൽകാറുണ്ട്. അതൊരു കീഴ്വഴക്കമാണ്. അതിനപ്പുറത്തേക്കുള്ള പരിഗണന ആ ബാഗേജിന് നൽകേണ്ടതില്ല എന്നാണ് UAEയുടെ നിലപാട്. ഇന്ത്യ നടത്തുന്ന അന്വേഷണവുമായി UAE സഹകരിച്ചു വരികയാണ്. UAEയുടെ അന്വേഷണവും പുരോഗമിച്ചു വരികയാണ്. കോൺസുലേറ്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന നടപടിയായതിനാൽ തന്നെ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും ശിക്ഷിക്കണമെന്നാണ് UAEയുടെ നിലപാട്. കോൺസുലേറ്റിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരായ സ്വന്തം പൗരന്മാർക്ക് കേസിൽ എന്ത് പങ്കാണ് ഉള്ളതെന്ന് UAE പ്രത്യേകം അന്വേഷിക്കുന്നുമുണ്ട്. സ്വർണം കണ്ടെത്തിയത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ അല്ല എന്ന UAEയുടെ വിലയിരുത്തൽ ഇന്ത്യക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന ഇന്ത്യൻ സംശയം ആസ്ഥാനത്താകും. ഇത്തരത്തിൽ സംശയങ്ങൾ നീളുമ്പോൾ തന്നെയും കൂടുതൽ തെളിവ് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.